ഒക്ടോബറിലെ ഭീകരാക്രമണം മറയാക്കി 2 വർഷമായി നിരന്തര ആക്രമണത്തിലൂടെ പലസ്തീൻ രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. കരയുദ്ധത്തിലൂടെ ഗാസ സിറ്റിയും കടന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ സൈന്യം നീങ്ങുമ്പോൾ മരിച്ചു വീണത് 65,000-ലേറെ പേരാണ്. 1 മണിക്കൂറിൽ 1 എന്ന നിലയിൽ 23 മാസത്തിൽ 20,000 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്തു ഇസ്രായേൽ. ലോകരാഷ്ട്രങ്ങൾ വെടിനിർത്തലിനായി മുറവിളി കൂട്ടുമ്പോൾ കൂട്ടക്കുരുതിയും വെല്ലുവിളിയും തുടരുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പലസ്തീനെ അംഗീകരിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രംഗത്തു വരുന്നതാണ് നെതന്യാഹുവിനെ ചൊടിപ്പിക്കുന്നത്. ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് പലസ്തീൻ എന്ന രാഷ്ട്രമുണ്ടാകില്ലെന്ന് ലോകരാഷ്ട്രങ്ങളെ വെല്ലുവിളിച്ച് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നത് തടയാൻ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി ശ്രമം ശക്തമാകുമ്പോഴാണ് ഇസ്രായേലിന്റെ വെല്ലുവിളി. പലസ്തീനെ അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നിട്ട് മറുപടി നൽകുമെന്ന് നെതന്യാഹു ഭീഷണി മുഴക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്?